മദ്രസകൾക്കെതിരായ മുൻ മന്ത്രി കെ ടി ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത. കെ ടി ജലീൽ വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതും SFI ആണ് എന്ന് സമസ്ത നേതാവ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി പറഞ്ഞു. കെ ടി ജലീലിന്റെ പ്രസ്താവനയെ അപലപിക്കാനെങ്കിലും CPIM തയ്യാറാകണമെന്നും മുഹമ്മദ് ഫൈസി ഓണംപിള്ളി 24-നോട് പറഞ്ഞു. മദ്രസ വിദ്യാഭ്യാസവും ലഹരി വ്യാപനവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുൻ മന്ത്രിയും ഇടതുപക്ഷ MLA-യുമായ കെ ടി ജലീൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് മുസ്ലിം സംഘടനകളിൽ നിന്ന് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് SYS സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഫൈസി ഓണംപിള്ളിയാണ്. കെ ടി ജലീലിൻ്റെ ഒരു പ്രസ്താവനയെ എങ്ങനെയാണ് SYS നോക്കിക്കാണുന്നത്? ഏറെ അപലപനീയമാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൻ്റെ ഒരു പുതിയ സാമൂഹിക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ചില വിദ്വേഷ പരാമർശങ്ങൾ നടന്ന സാഹചര്യത്തിൽ ഒരു ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു സാമൂഹിക നിർമ്മിതി നമ്മൾ അറിയാതെ തന്നെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ പോളറൈസ് ആവാൻ പോകുന്ന, അതായത് കുറച്ചുകൂടി സ്പർദ്ധ വളർന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കവേ തന്നെ ഒരു കുറ്റകൃത്യത്തെ സാമുദായികമായി വർണ്ണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറെ തെറ്റായ ഒരു രീതിയാണ്. ഈ PC ജോർജ് അടക്കമുള്ളവർ കെ ടി ജലീലിൻ്റെ പരാമർശത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. വിദ്വേഷ പരാമർശത്തിന് ജയിലിൽ കിടന്ന ആളാണ് PC ജോർജ്. അപ്പോൾ ഇത്തരം ആളുകൾ ഇതൊരു വിദ്വേഷ പരാമർശത്തിന് ആ ഒരു തലത്തിലേക്ക് ഇതിനെ കാണേണ്ട ഒരു സ്ഥിതിയുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു വന്നതും അതുകൊണ്ടാണ്. അതായത് ഈ കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക സാമൂഹിക സാഹചര്യം, അത് ഇപ്പോൾ നിലവിൽ PC ജോർജിനെ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത്തരം പ്രസ്താവനകളുടെ ഒരു അനുരണനം, അതിനിടയിൽ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു പ്രത്യേക ലാക്കോട് കൂടെയുള്ള പ്രസ്താവനയായിട്ട് തന്നെ കാണേണ്ടി വരും. സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സമൂഹം, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട CPM-ൻ്റെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI ഒക്കെ തന്നെ ക്യാമ്പസുകളിൽ നിലവിൽ അതിലെ പ്രതികളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സ്വയം വിമർശനപരമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്വയം വിമർശനം പോലും ഇങ്ങനെയൊക്കെ ആവണമായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം കേരളത്തിലെ എല്ലാ മതസമൂഹങ്ങളും, കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും വളരെ ജാഗ്രതയോടുകൂടി ആലോചിക്കുകയും ആത്മവിമർശനപരമായി തന്നെ അതിനെ തിരിച്ചു കാണുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി ഒരു പ്രത്യേക സമൂഹത്തെ ഒരു അപരവൽക്കരണത്തിന് വിധേയമാക്കുന്ന, അവർക്ക് നേരെ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് എല്ലാ നിലക്കും ചട്ടുകമാവുന്ന രീതിയിലുള്ള പ്രവർത്തനം, ഒരു പ്രസ്താവനയായിട്ടാണ് ഇതിനെ കാണേണ്ടി വരും. ഇതുവരെയും കെ ടി ജലീലിനെ തള്ളിപ്പറയാൻ LDF തയ്യാറായിട്ടില്ല, നേതൃത്വം CPM നേതൃത്വം തയ്യാറായിട്ടില്ല. അപലപിക്കാനെങ്കിലും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ അനൂപ് നായർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി.